നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ പ്രതികളാക്കിയാണ് കുറ്റപത്ര. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് നമുക്കൊപ്പം ചേരുന്നത്. ശരത് ലാൽ, വർഷങ്ങൾ പഴക്കമുള്ള ഒരു കേസാണ്. ഇതിലിപ്പോൾ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം? കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2008 മുതലുള്ള കേസാണിത്. 2022 കള്ളപ്പണ വെളുപ്പിക്കൽ കേസ് നിയമം അനുസരിച്ചാണ് ഇപ്പോൾ കുറ്റം ചാർത്തപ്പെട്ടിരിക്കുന്നത്. സോണിയാഗാന്ധി, അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി, അതേപോലെ അന്നത്തെ AICC ട്രഷറർ മോത്തിലാൽ വോറ, അതേപോലെ സാം പിത്രോഡ എന്നിവരടക്കമുള്ള 7 പേരാണ് പ്രതികൾ. ഇവരെ സംബന്ധിച്ചുള്ള വിശുദ്ധമായ കോടതി കുറ്റപത്രം ഈ മാസം 25 തന്നെ പരിഗണിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇവരെ പേരിൽ കുറ്റം ചാർത്തുക. ഏതായാലും തിടുക്കത്തിലൊരു നടപടിയാണ് ഇ ഡി നടത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചു ഇതിലെ കേസിൽ പ്രധാനപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ 2000 കോടി വിലയുള്ള അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ആസ്തികൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, അതേപോലെ തന്നെ സോണിയാഗാന്ധി, സാം പിത്രോഡ എന്നിവർക്ക്, മോത്തിലാൽ വോറ എന്നിവർക്ക് മേജർ ഷെയറുള്ള. ഇതിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഷെയർ ഡയറക്ടർ അല്ല, അതുകൊണ്ട് തന്നെ അവർ കേസിൽ പ്രതിയല്ല. അതുകൊണ്ട് ഡയറക്ടറായ യങ് ഇന്ത്യ കമ്പനിയിലേക്ക് 50 കോടി രൂപക്ക് കൈമാറ്റം ചെയ്തു, കമ്പനി ഏറ്റെടുത്തു എന്നതാണ് ഈ കേസ്. ഈ 50 കോടി രൂപ വെച്ച് 2000 കോടി ആസ്തിയുള്ള കമ്പനി ഏറ്റെടുത്തു, വാങ്ങിച്ചു. 2 ഡയറക്ടർമാരും ഒരേ കമ്പനിയിൽ തന്നെയുള്ള വ്യക്തികളാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മണി ലോണ്ടറിങ്ങും അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുമുള്ള വകുപ്പ് ഉപയോഗിച്ചിട്ട് ഇ ഡി കേസെടുത്തിരുന്നത്. ഇതിലെ അന്വേഷണ റിപ്പോർട്ടാണ് പൂർത്തിയായ ശേഷം കുറ്റപത്രമായി സമർപ്പിച്ചിരിക്കുന്നത്. വിനിൽ, ഓക്കെ, വ്യക്തമാണ്. ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിലെ പ്രതികളിൽ ഒരാളായിട്ടുള്ള കോൺഗ്രസിന്റെ മുൻ ട്രഷറർ മോത്തിലാൽ വോറ മരിച്ചുപോയിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള ആളുകൾ പ്രതിയാക്കി. സാം പിത്രോദ ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രതിയാക്കിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ, ഡൽഹിയിൽ.